അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലെ 10 സ്വലാത്ത് ചൊല്ലി നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറാനും പ്രത്യേകിച്ച് രോഗങ്ങൾ ശിഫയാകാൻ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ഇൻഷാ അല്ലാഹ് 10 സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പോവുകയാണ്. സ്വലാത്ത് ചൊല്ലുന്നതിന്റെ തൊട്ട് മുമ്പായി എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ നല്ല നെയ്യത്ത് കരുതുക. രോഗങ്ങൾ മാറാനുള്ളവർ ആ നെയ്യത്ത് കരുതുക, കടങ്ങൾ വീടാനുള്ളവർ ആ നെയ്യത്ത് കരുതുക. ഇൻഷാ അല്ലാഹ് അങ്ങനെ എന്ത് നെയ്യത്തുണ്ടോ അതൊക്കെ പ്രത്യേക മനസ്സിന്റെ ഉള്ളിൽ കരുതുക. സ്വലാത്ത് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമാണല്ലേ. അപ്പൊ നല്ല നെയ്യത്തോടുകൂടെ നമുക്ക് ഒരുമിച്ച് 10 സ്വലാത്ത് ചൊല്ലുമ്പോൾ അത് ആയിരങ്ങളാവും, അത് 10,000-ങ്ങളാവും, അത് ലക്ഷങ്ങളാകും. അങ്ങനെ ആ സ്വലാത്ത് മുൻനിർത്തി റബ്ബിനോട് നമുക്ക് ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ താഴെ കമന്റ് ആയിട്ട് എഴുതി അറിയിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ വെച്ച് ദുആ ചെയ്യുമ്പോഴും അല്ലാത്ത സമയങ്ങളിലും ഏകാന്ത പ്രാർത്ഥനകളിലും കൂട്ടമായുള്ള ദുആകളിലൊക്കെ ആ വിഷയങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ദുആ ചെയ്യുക. അല്ലാഹു സ്വീകരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവരും പ്രത്യേക മനസ്സിന്റെ ഉള്ളിൽ നല്ല നിയ്യത്ത് കരുതി ഇൻഷാ അല്ലാഹ് എല്ലാവരും നിയ്യത്ത് കരുതിയോ അതൊക്കെ നിങ്ങൾ എഴുതി അറിയിച്ചുള്ള ദുആയിൽ ഉൾപ്പെടുത്താം ഇൻഷാ അല്ലാഹ്. അതിന്റെ മുമ്പ് നേരിട്ട് കാണുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, നോമ്പിന് കാണാനുള്ള അവസരം ഇൻഷാ അല്ലാഹ് ഏകദേശം ഒരു രാവിലെ ഒരു 9:30-10 മണി മുതൽ 11:30-12 മണി വരെ കുറഞ്ഞ ആളുകൾ മാത്രം ഇൻഷാ അല്ലാഹ്. ആ രൂപത്തിൽ നോമ്പല്ലേ, നമുക്ക് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തത്. അതേപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾക്ക് മക്കളെ ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചതിനനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിച്ചു തരും. 10 സ്വലാത്ത് ചൊല്ലണം എല്ലാവരും, വളരെ ആത്മാർത്ഥമായി 10 സ്വലാത്ത് ചൊല്ലി. നമുക്ക് സ്വലാത്തു തിബ്ബ് ചൊല്ലാം. സ്വലാത്തു തിബ്ബ് രോഗങ്ങളെ ശിഫയാകാനുള്ള പ്രത്യേക സ്വലാത്താണ്. അതേപോലെ തന്നെ സ്വലാത്ത്, ഏത് സ്വലാത്തായാലും ആ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് നല്ല നിയ്യത്ത് കരുതിയാൽ ആ നിയ്യത്തുകളൊക്കെ പൂർത്തീകരിക്കപ്പെടും. ഏറ്റവും തവസ്സുലാക്കാൻ പറ്റിയ നമുക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തി ദുആ ചെയ്യുമ്പോൾ അത് വലിയ ഇജാബത്ത് ഉണ്ടാകും. എല്ലാവരും വളരെ ആത്മാർത്ഥമായി 10 സ്വലാത്തു തിബ്ബ് ചൊല്ലി. അല്ലാഹുമ്മ സ്വല്ലി അലാ سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها
വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അർഹമർ റഹീമായ റബ്ബ്, സാധുക്കളായ നാം ചൊല്ലിയ സ്വലാത്തു തിബ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്ക് ഒരുപാട് നിയ്യത്തുകൾ മനസ്സിൽ കരുതി അള്ളാഹു ഈ സ്വലാത്തു തിബിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ നിയ്യത്തുകളും അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കി തരട്ടെ. കടങ്ങൾ അള്ളാഹു വീട്ടി തരട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നാളെ ആരാരുമില്ലാതെ ഒരാളും ഒരാളെയും തിരിഞ്ഞു നോക്കാത്ത മഹ്ശറാവൻ സഭയിലെത്തുന്ന സമയത്ത് നാളെ നമുക്ക് അർശിന്റെ മേലിട്ട് കിട്ടാൻ കാരണമാകുന്ന രൂപത്തിൽ അള്ളാഹു നമ്മുടെ ഈ ബന്ധങ്ങളെ ഖബൂലാക്കി തരട്ടെ. അതേപോലെ തന്നെ നാളെ ഷഫാഅത്ത്, ഹബീബായ തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കാൻ ഈ ഒരു സ്വലാത്ത് നിമിത്തമാക്കട്ടെ. എല്ലാവരും പരസ്പരം ദുആ വസിയത്തുകളൊക്കെ എഴുതി കാണുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആകളിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോകൾ കാണുന്നുണ്ട്. പല ആളുകളും പല അമലുകളും ചെയ്യുന്നുണ്ട്. നല്ല റിസൾട്ടുകൾ ലഭിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും നല്ല റിസൾട്ട് നൽകണം. അല്ലാഹ് മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് ആജിലായ കാമിലായ ശിഫ നൽകണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ നേരത്തെ മുമ്പ് അസ്മാഉൽ ഹുസ്നയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ റിയാളയുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അസ്മാഉൽ ഹുസ്നയുടെ റിയാള വീട്ടാൻ വേണ്ടി മുന്നോട്ട് വരികയും അവർക്ക് അതിന്റെ പ്രത്യേക ഇജാസത്ത് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വലിയ റാഹത്ത് ജീവിതത്തിൽ നൽകട്ടെ. റമളാനിന്റെ തൊട്ട് മുമ്പ് റമളാനൊക്കെ അടുത്ത് റമളാനിലേക്കുള്ള ഈ സമയമായതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ മെസ്സേജസുകൾ ഇപ്പോൾ നോക്കാൻ പറ്റാത്തത്. ഇൻഷാ അല്ലാഹ് ഒഴിവ് പോലെ റീപ്ലൈ തരും. നിങ്ങൾ റീപ്ലൈ കിട്ടാതിരിക്കുമ്പോൾ ഫോൺ വിളിക്കുന്ന ആ ഒരു സിസ്റ്റം മാറ്റണം. നമ്മൾ റീപ്ലൈ മെസ്സേജ് കാണാൻ വേണ്ടിയിട്ട് കോൾ ചെയ്യുന്ന അവസരം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയമൊക്കെ ആണെങ്കിൽ ആ വോയിസ് അങ്ങ് ക്യാൻസലായി ഡിലീറ്റ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുവിധം മെസ്സേജുകളൊക്കെ ഇൻഷാ അല്ലാഹ് കുറച്ച് ക്ഷമയോടുകൂടെ കാത്തിരിക്കണം. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ അത് നിങ്ങൾ കോൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഫോണിൽ ചെയ്യുന്ന എല്ലാ സംഗതികളോടും ബ്ലോക്കായി നിൽക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വലിയ സലാമത്ത് നൽകട്ടെ. ദർസിലേക്ക് ദീന പഠിക്കാൻ വേണ്ടി മക്കളെ പറഞ്ഞയക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ അല്ലേ. കുട്ടികള് അവരുടെ ആനുവൽ എക്സാം, SSLC, +2 തുടങ്ങിയ പബ്ലിക് എക്സാമുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത് കഴിഞ്ഞാൽ വെക്കേഷനായാൽ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കാൻ പോവാണ്. അധ്യയന വർഷത്തിൽ നമ്മുടെ മക്കളെ ഏതു രൂപത്തിൽ നാം അവരെ തയ്യാറാക്കുന്നു, ഏത് രൂപത്തിൽ അവരെ നാം ഒരു സ്ഥാപനത്തിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നു, അതിനനുസരിച്ചാണ് അവരുടെ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ മക്കൾക്ക് വളരാനുള്ള സാഹചര്യങ്ങളും അനുകൂലമായ അവസ്ഥകളൊക്കെ സൃഷ്ടിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, മാതാപിതാക്കളുടെ. പൂർവ്വകാലങ്ങളിലെ മാതാപിതാക്കൾ അങ്ങനെ സൃഷ്ടിച്ചു കൊടുത്തത് കൊണ്ടാണ് അവർക്ക് നല്ല ഉപകാരമുള്ള മക്കളെ കിട്ടിയത്. തലതെറിച്ച മക്കളായി വളരാതിരിക്കാൻ ആധുനികതയുടെ ഈ മലവെള്ളപ്പാച്ചിലിനൊടുവിൽ സുന്നത്തുകളൊക്കെ നഷ്ടപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ അല്ലാഹു ആരാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അനുസരിക്കുന്ന നല്ല മക്കളായി വളർത്താൻ ഇത്തരം ദീന് പഠിപ്പിക്കുന്നത് കാരണമാകും. കുറെ ഭൗതിക ഡിഗ്രികളോ മറ്റോ ഉണ്ടായിട്ട് കാര്യമില്ല. എന്നാൽ ഇത്തരം ഡിഗ്രികൾ പഠിപ്പിക്കുന്ന, ഇത്തരം ദീന് പഠിപ്പിക്കുന്നതിനോട് കൂടെ തന്നെ ഇന്ന് ഭൗതിക വിദ്യാഭ്യാസം നേടിയെടുക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് എല്ലായിടങ്ങളിലുള്ളത്. നമ്മുടെ സപ്പോർട്ട് ഉണ്ടായാൽ മതി. മാതാപിതാക്കളുടെ സപ്പോർട്ടോടുകൂടെ നമുക്ക് മക്കളെ ഏത് കോഴ്സും എടുത്ത് പഠിപ്പിക്കാൻ പറ്റും. അവർക്ക് ഏത് വിഷയത്തിലാണോ ആറ്റിറ്റ്യൂഡ് എന്നനുസരിച്ച് കൃത്യമായി അവരെ ഗൈഡ് ചെയ്യാനും മോൾഡ് ചെയ്യാനും പറ്റുന്ന അധ്യാപകരുള്ള, ദീന് പഠിപ്പിക്കുന്ന അധ്യാപകരുള്ള കാലഘട്ടമാണിത്. അതുകൊണ്ട് ദീന് പഠിപ്പിക്കാൻ പറഞ്ഞയച്ചതിന്റെ പേരിൽ നമ്മുടെ മക്കളുടെ ഭാവി നഷ്ടപ്പെടുകയോ ഒന്നും സംഭവിക്കില്ല. ദീന് പഠിച്ചു എന്നതിന്റെ അർത്ഥം അവരേതെങ്കിലും പള്ളിയിലെ 4 ചുവരുകൾക്കുള്ളിൽ തുച്ഛമായ ശമ്പളത്തിന് ജോലി ചെയ്യുന്നു എന്നതല്ല. ഇന്ന് ദീന പഠിച്ച എത്രയോ ആലിമീങ്ങൾ, അവർ MBBS ഡോക്ടേഴ്സാണ്, അവർ എഞ്ചിനീയേഴ്സാണ്, അവർ മണിക്കൂറുകൾക്ക് ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കുന്ന എത്രയോ ആളുകളെ എനിക്ക് തന്നെ അറിയാം. അപ്പോൾ എത്രത്തോളം നാം പഠിക്കുന്നോ, എത്രത്തോളം രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഈ വിഷയത്തിലുണ്ടോ, അതിനനുസരിച്ച് നമ്മുടെ മക്കളെ നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ദീന പഠിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കാം. അതവരുടെ മറ്റു വിദ്യാഭ്യാസം തടസ്സമായി നിൽക്കുകയേ ഇല്ല. രക്ഷിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മതി എല്ലാ കാര്യത്തിലും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദർസ് മലപ്പുറം ജില്ലയിലാണ് ഉള്ളത്. മുൽഹിറുസുന്ന ബ്രൈറ്റ് അക്കാദമി എന്നാണ് നമ്മുടെ ദർസിന്റെ പേര്. ഇൻഷാ അല്ലാഹ് കുറേ ആളുകൾ അതിലേക്ക് അഡ്മിഷൻ നൽകിയിട്ടുണ്ട്. ഇനിയും താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അഡ്മിഷന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത ആളുകളുണ്ട്. അവരങ്ങോട്ട് നമ്മൾ തിരിച്ചു വിളിക്കും ഇൻഷാ അല്ലാഹ്. സമയത്ത് എപ്പോഴാണ് വരേണ്ടത്
തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അറിയിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ പറഞ്ഞതും കേട്ടതും എല്ലാം സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന ബന്ധമായി അല്ലാഹു ഖബൂലാക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.